ആ പോർട്ട്ഫോളിയോ അലോക്കേഷൻ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിന് ഈ മന്ത്രിയോ എന്ന ചില പരിഹാസങ്ങൾ, ചില ട്രോളുകളൊക്കെ ഇറങ്ങിയെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത വകുപ്പ് താരതമ്യേന വിവാദങ്ങളില്ലാതെ കൈയടക്കത്തോടെ കൊണ്ടുപോകുന്ന മന്ത്രി വി ശിവൻകുട്ടിക്ക് മുൻപ് ഈ തലമുറയ്ക്ക് അധികം അറിയാത്ത മറ്റൊരു ശിവൻകുട്ടി ഉണ്ട്. അന്ന് അടിയന്തരാവസ്ഥയുടെ ഭയാനക നാളുകളിൽ നിശ്ചലമായ സംഘടനാ സംവിധാനങ്ങൾ ഉണർന്ന് കേരളമൊട്ടാകെയുള്ള ക്യാമ്പസിൽ SFI തരംഗമായി 78-79 കാലം. ആ സംഘടനാ പ്രവർത്തന തുടർച്ചയിൽ മെലിഞ്ഞു നീണ്ടൊരു ചപ്പർത്തലമുടിക്കാരൻ വിപ്ലവകാരി MG കോളേജിലേക്ക് കയറുന്നുണ്ട്. പേടിയില്ലാത്ത ആർജവം 85-ലാണ്. അന്ന് ഈ സംഘപരിവാരത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം അടക്കി ഭരിച്ചു വാഴും കാലം തിരുവായ്ക്കെതിർവായില്ലാതെ പാറുന്ന ഒരു കാവിക്കൊടി. പ്രതിരോധമെങ്കിൽ പ്രതിരോധം, അടിക്കു തിരിച്ചടി എന്ന മട്ടിൽ ആ കലാലയത്തിൽ അവന്റെ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട് തുടങ്ങിയ രാഷ്ട്രീയമാണ്, നേതൃമികവാണ്. പ്രീ ഡിഗ്രി ബോർഡ് സമരം, ഒരു മാർക്ക് തട്ടിപ്പ് സമരത്തിൽ സെനറ്റ് ചേംബറിലേക്ക് ഇരച്ചുകയറി പോലീസ് ഇഞ്ചപ്പരുവത്തിലാക്കിയതടക്കം ചോര കണ്ട അസംഖ്യം സമരങ്ങളുടെ സമര നേതാവാണ്. ആ വിദ്യാർത്ഥികാലം കഴിഞ്ഞ രാഷ്ട്രീയ തുടർച്ചയിലെ തലസ്ഥാന നഗരിയിൽ വി ശിവൻകുട്ടിക്ക് ഒരു വിളിപ്പേര് വീണു: നഗരത്തിന്റെ പ്രക്ഷോഭകാരി, പ്രക്ഷോഭകാരികളുടെ രക്ഷാധികാരി. സമരക്കാരെ കണ്ടാൽ ഹാലിളക്കത്തിൽ കൈധരിക്കുന്ന, കണ്ടാൽ പോലും ഭയന്നു പോകുന്ന ഒരു കാക്കി മേലാളൻ സാക്ഷാൽ IG ലക്ഷ്മണയോട് തെരുവിൽ നേർക്കുനേർ നേരിട്ട കരുത്താണ്. ഏതെങ്കിലും പാർട്ടി സാഹിത്യം അരച്ചുകലക്കി കുടിച്ച വാഗ്ദോരണി അല്ലാത്തൊരു പ്രശ്നത്തിൽ അനീതിയിൽ MLA എന്നോ പാർട്ടി സെക്രട്ടറി എന്നോ നോക്കാതെ ആ മുണ്ടും മടക്കി കുത്തി അവിടെ ഒരു കരിമ്പാറ പോലെ നിൽക്കലാണ്. രാഷ്ട്രീയം നോക്കാതെ സാധാരണക്കാരനെ കേൾക്കലാണ്. അടിത്തട്ട് രാഷ്ട്രീയമാണ് മൂലധനം. ആ നേതാവിനോടാണോ രാജ്ഭവനെ, സംഘപരിവാരമേ നിങ്ങളുടെ വിലയില്ലാത്ത വിരട്ട്? നിങ്ങൾക്ക് തെറ്റിയതാണ്, ആളുമാറിയതാണ്.